നമസ്കാരം. പത്തനംതിട്ടയിൽ അംഗീകാരമില്ലാത്ത സർക്കാർ നഴ്സിംഗ് കോളേജിനെതിരെ വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ നോട്ടീസ് നൽകി. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നാളെ സമരം നടത്താനാണ് കുട്ടികൾ നോട്ടീസ് നൽകിയിട്ടുള്ളത്. സമരം പിൻവലിക്കണമെന്ന് കോളേജ് പ്രിൻസിപ്പാൾ കുട്ടികളോടും രക്ഷിതാക്കളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാത്തോലിക്കറ്റ് കോളേജ് ജംഗ്ഷനിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതുകാരണം കുട്ടികളുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷാഫലം കേരള ആരോഗ്യ സർവകലാശാല തടഞ്ഞുവച്ചിരുന്നു. ഈ വിവരം മാധ്യമങ്ങളിൽ വാർത്തയാവുകയും KSU കഴിഞ്ഞ ദിവസം കോളേജിലേക്ക് മാർച്ച് നടത്താൻ ഒരുങ്ങുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടെ വെള്ളിയാഴ്ച രാത്രി കുട്ടികളുടെ തടഞ്ഞുവെച്ച പരീക്ഷാഫലം ആരോഗ്യ സർവകലാശാല പുറത്തുവിട്ടു. അക്ഷരാർത്ഥത്തിൽ സർക്കാർ തലത്തിലുള്ള തട്ടിപ്പാണ് നഴ്സിംഗ് കോളേജിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് രക്ഷിതാക്കൾ പറയുന്നു. കഴിഞ്ഞ ദിവസം PTA മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തുവന്ന രക്ഷിതാക്കൾ ഞെട്ടിക്കുന്ന കഥകളാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിൽ നിന്നുൾപ്പെടെയുള്ള 2 കുട്ടികൾ പഠനം അവസാനിപ്പിച്ചു എന്നും രക്ഷിതാക്കൾ പറയുന്നു. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള കുട്ടിക്ക് പുറത്ത് 6500 രൂപ മുടക്കി ഹോസ്റ്റലിൽ താമസിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പഠനം നിർത്തിയത്. ആ കുട്ടിക്ക് ഗ്രാൻഡ് ലഭിക്കേണ്ടതാണ്. പക്ഷേ കോഴ്സിനും കോളേജിനും അംഗീകാരമില്ലാത്തതിനാൽ ഗ്രാൻഡ് അനുവദിക്കാൻ കഴിയില്ല. മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടിക്കാണ് ഈ ഗതികേടുണ്ടായത്. ആ കുട്ടി പഠനം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയി. ഹോസ്റ്റൽ ഫീസ് ഒറ്റയടിക്ക് 1500 രൂപ വർദ്ധിപ്പിച്ചതോടെയാണ് രണ്ടാമത്തെ കുട്ടി പഠനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത്. കണ്ണൂരുകാരിയായ ഈ കുട്ടിക്ക് വർദ്ധിപ്പിച്ച ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല. കുട്ടിയുടെ മാതാവ് ബീഡി തെറുത്ത് കിട്ടുന്ന കാശുകൊണ്ടാണ് പഠിക്കാൻ അയക്കുന്നത്. കോളേജിന് അംഗീകാരമില്ലാത്തതിനാൽ വിദ്യാഭ്യാസ വായ്പയും ലഭിക്കുന്നില്ല എന്ന് രക്ഷിതാക്കൾ പറയുന്നു. ആരോഗ്യമന്ത്രിയെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത സ്ഥലത്ത് കോളേജ് തുടങ്ങിയത് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പ്രസ്റ്റീജ് വിഷയമായിരുന്നു. തൻ്റെ മണ്ഡലത്തിൽ തന്നെ നഴ്സിംഗ് കോളേജ് വരണമെന്ന മന്ത്രിക്ക് വാശിയുണ്ടായിരുന്നു. അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ തന്നെ ഈ കെട്ടിടം സംബന്ധിച്ച് സംശയം ഉന്നയിച്ചിരുന്നു എന്നും 6 മാസത്തിനകം പുതിയ കെട്ടിടത്തിൽ ക്ലാസ് തുടങ്ങുമെന്നുമാണ് പ്രിൻസിപ്പാൾ രക്ഷിതാക്കളോട് പറഞ്ഞത്. വേറെ എങ്ങോട്ടും കോളേജ് മാറ്റാൻ മന്ത്രിക്ക് താൽപ്പര്യമില്ലത്രേ. കോളേജിൻ്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. മന്ത്രിയുടെ PS-ഉമായിട്ടാണ് സംസാരിക്കാൻ കഴിഞ്ഞത് എന്ന് രക്ഷിതാക്കൾ പറയുന്നു. കോളേജിൻ്റെ ഭാവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി തട്ടിക്കയറി. എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാമെന്ന ഭീഷണിയാണ് ഉണ്ടായതെന്നും രക്ഷിതാക്കൾ പറയുന്നു. 60 കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ 2 ടോയ്ലറ്റുകൾ മാത്രമാണ് ഉള്ളത്. PTA മീറ്റിംഗ് വിളിച്ചപ്പോൾ പ്രിൻസിപ്പലിൻ്റെ ഏക ആവശ്യം മന്ത്രിയുടെ ഓഫീസിലേക്ക് കുട്ടികൾ നടത്തുന്ന മാർച്ച് ഒഴിവാക്കണം എന്നത് മാത്രമായിരുന്നുവെന്നും രക്ഷിതാക്കൾ പറയുന്നു. സർക്കാർ നഴ്സിംഗ് കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരം ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥികൾ നാളെ മന്ത്രി വീണ ജോർജിൻ്റെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുക. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് രക്ഷിതാക്കളുടെയും തീരുമാനം. എന്നാൽ നാളെ തിരുവനന്തപുരത്ത് വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ PTA ഭാരവാഹികൾ പത്തനംതിട്ട നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഗീതാകുമാരി എന്നിവരോട് എത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാരിൻ്റെയും മന്ത്രിയുടെയും പിടിവാശി കൊണ്ട് ഒരു തട്ടിക്കൂട്ട് നഴ്സിംഗ് കോളേജ് ഉണ്ടാക്കിയിരിക്കുന്നു. അതിനാണെങ്കിൽ അംഗീകാരവുമില്ല. 60-ലധികം കുട്ടികളുടെ പഠനവും ഭാവിയുമാണ് ഇതുമൂലം അവതാളത്തിലാകുന്നത്. വളരെ പ്രതീക്ഷയോടെ മെറിറ്റിൽ സർക്കാർ കോളേജിൽ പ്രവേശനം നേടിയിട്ടും അടിസ്ഥാന സൗകര്യങ്ങളോ അംഗീകാരമോ ഇല്ലാതെ കുട്ടികൾ നട്ടം തിരിയുകയാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും കൃത്യമായി ഒരു മറുപടി നൽകാനോ ഇതിൽ വിശദീകരണം നൽകാനോ മന്ത്രിയോ മന്ത്രിയുമായി ബന്ധപ്പെട്ടവരോ പാർട്ടി നേതൃത്വമോ ഒന്നും തയ്യാറാകുന്നുമില്ല. ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരുങ്ങുകയാണ് കുട്ടികളും രക്ഷിതാക്കളും. ഇവർക്ക് അംഗീകാരം നൽകിയില്ലെങ്കിൽ, ഇവർ പഠിക്കുന്ന സർക്കാർ കോളേജിന് അംഗീകാരം നൽകിയില്ലെങ്കിൽ ഇവരുടെ എല്ലാം ഭാവി അവതാളത്തിലാകും. വേറൊരു കോളേജിൽ ചേരാമെന്ന് വെച്ചാൽ അത് പ്രായോഗികവുമല്ല.